ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ മാഷിൻ്റെ വീട്ടിലേക്ക് ഇൻസ്പെക്ടർ സാബു വന്നിരിക്കുകയാണ്. മാഷിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് കൊണ്ട് മാഷ് തിരിച്ചെത്തിയപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്താണ്, ആരാണ് തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ടർ വരികയാണ് കേട്ടോ. അപ്പോൾ മാഷും കമലും കൂടി ഇറങ്ങി വരും. അപ്പോഴേക്കും മുന്നേ തന്നെ നമ്മുടെ വിക്രം വന്നിട്ട് പറയും, അച്ഛൻ തിരിച്ചു വന്നു, ഞങ്ങൾക്ക് പരാതിയൊന്നും ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇൻസ്പെക്ടർ പറയും, അത് നീ സ്റ്റേഷനിൽ വന്നല്ലേ പറയണ്ടേ, അന്വേഷിച്ച് വന്നപ്പോൾ അല്ലല്ലോ പറയേണ്ടതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ വിക്രത്തിന് നേരെ ചാടി കയറുകയാണ് കേട്ടോ. ആ സമയത്ത് മാഷ് വന്നിട്ട് പറയും, മാഷിനോട് ചോദിക്കും, മാഷെ ആരാണ് ഈ ഗൂഢാലോചനയുടെ പിന്നിൽ നിന്ന് മാഷിന് വല്ലതും അറിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇൻസ്പെക്ടർ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, എനിക്കറിയില്ല, എന്നെ അവിടെ നിന്ന് മുഖം കെട്ടിക്കൊണ്ടുപോകുമായിരുന്നു, പിന്നെ എന്നെ ഇങ്ങനെ മരുന്ന് കുത്തിവെച്ച് മയക്കി കിടത്തായിരുന്നു, എനിക്ക് ആരാ എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആരെങ്കിലും ശത്രുക്കളായിട്ട് ആരെങ്കിലും ആണ് ചെയ്തതെന്ന് മാഷിന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നത്, എനിക്ക് അങ്ങനെ ശത്രുക്കളായിട്ട് ആരുമില്ല, എനിക്ക് അങ്ങനെ സംശയങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇൻസ്പെക്ടർ കുറേ നേരം നമ്മുടെ വിക്രത്തിന് നേരെ ചാടി കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. മകൻ വരുത്തി വെച്ച എന്തെങ്കിലും ഇതിൻ്റെ അച്ഛന് നേരെ ആക്രമണം ഉണ്ടായതായിരിക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട്, എങ്കിലും അച്ഛൻ്റെ മുന്നിലായതുകൊണ്ട് വിക്രം ഒന്നും പ്രതികരിക്കാണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇൻസ്പെക്ടറും മറ്റുള്ള പോലീസുകാരൊക്കെ തിരിച്ചു പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ വേദയാണെങ്കിൽ വിക്രമും അച്ഛൻ വന്നു പോയതിൻ്റെ ആ വിഷമം വിക്രത്തിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് കട്ടിലിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് വേദയ്ക്ക് നമ്മുടെ രാധ പറഞ്ഞ കുറേ വാക്കുകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ അങ്ങനെ ആലോചിച്ച് വേദ വിഷമിക്കുകയാണ്. നമ്മുടെ വിക്രത്തിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എങ്ങനെയായിരുന്നു വിക്രമും വേദയും തമ്മിൽ വഴക്കുണ്ടാക്കുകയും രാധ വരുമ്പോൾ രാധേനെ ജോലിയെടുത്ത് അടിക്കാൻ വരികയും അത് ചോദിക്കാൻ വരുന്ന വിക്രത്തിനോടും ദേഷ്യപ്പെടുകയും രാധയ്ക്ക് കൊടുത്ത പോലെ നിങ്ങളെ ഞാൻ തല്ലൂ എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്ന കുറേ തമാശകളൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദയോട് രാധ പറയുന്നുണ്ട്, നിങ്ങൾ തല്ലി എന്നിട്ട് പറഞ്ഞ് വഴക്ക് കൂടി ഇണങ്ങിയൊക്കെ ഇരുന്ന് നിങ്ങൾ അടുക്കണത് ഞാൻ അകലെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് കണ്ട് സന്തോഷിച്ചു. എനിക്ക് പറ്റിയ എൻ്റെ തെറ്റൊക്കെ എനിക്ക് അപ്പോഴാണ് മനസ്സിലായേ. വേദയ്ക്കും വിക്രത്തിനും ഒരിക്കലും അകന്ന് ഇരിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് അടുത്ത് തന്നെ ഇരിക്കേണ്ടവരാണ്. നിങ്ങൾ എത്ര പിരിഞ്ഞിരുന്നാലും നിങ്ങളുടെ ഉള്ളിൽ രണ്ടുപേർക്കും പരസ്പരം സ്നേഹമുണ്ട്. നിങ്ങളിങ്ങനെ പിരിഞ്ഞിരിക്കരുതെന്നൊക്കെ ഇങ്ങനെ രാധ പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ വേദയ്ക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്ത് വിക്രത്തിന് അയച്ച ഡൈവേഴ്സ് നോട്ടീസിനെ കുറിച്ചൊക്കെ പറയാണ്. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് വേദയോട് പറയാണ്, ഡൈവേഴ്സ് നോട്ടീസ് കിട്ടി, ഇനി നമുക്കത് മൂവ് ചെയ്യണം എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഡൈവേഴ്സ് നോട്ടീസ് കിട്ടി മൂവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എൻ്റെ കാര്യത്തിലൊന്നും ശ്രീയേട്ട ഇടപെടണ്ടെന്നൊക്കെ നമ്മുടെ വേദ പറയാണ് കേട്ടോ. അപ്പോൾ വേദയോട് ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ വല്ലാണ്ട് കളിച്ചാൽ നിന്നെയും നിൻ്റെ കെട്ടിയവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും അവസ്ഥ എന്താണെന്ന് നിനക്കറിയാലോ, അനുഭവം ഉള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം, എന്നെക്കൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും ചെയ്യിപ്പിക്കരുതെന്ന് വേദയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്ന പോലെയാണ് മുന്നോട്ട് പോകാമെന്നൊക്കെ വേദ ശ്രീകാന്തിനോട് പറയുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വേദ പോയി കഴിയുമ്പോൾ ശ്രീനാഥ് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ഇവിടെ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിക്കാണ്ടിരിക്കുക നല്ലത്. ദേഷ്യം പിടിപ്പിച്ച് അവളെല്ലാം വിളിച്ച് വല്ലതും പറഞ്ഞാൽ അത് അച്ഛനറിയും, അതാകെ പ്രശ്നമാവും. അപ്പോൾ അത് വേണ്ട, നയത്തിൽ അവളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കാമെന്നൊക്കെ നമ്മുടെ വേദയുടെ കാര്യത്തിൽ ശ്രീനാഥ് വിചാരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.